കോഴിക്കോട് മാവൂരിൽ കൃഷിയിൽ വ്യത്യസ്തത പരീക്ഷിക്കുന്ന കർഷകനാണ് മരക്കാർ ബാവ. ഓരോ തവണയും പുതിയ കാർഷിക പരീക്ഷണ ഭൂമിയാണ് മരക്കാർ ബാവയുടെ കൃഷിയിടങ്ങൾ. നമുക്ക് പരിചിതമല്ലാത്ത കൃഷികൾ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് ചെയ്ത് വിജയിപ്പിക്കുക എന്നതാണ് മരക്കാർ ബാവയുടെ പ്രത്യേകത. ഇത്തവണ വിദേശ ഇനമായ ഷമാമാണ് ബാവ വിളയിച്ചെടുത്തത്. പുതിയ കൃഷിരീതികൾ പരീക്ഷിക്കുന്ന മരക്കാർ ബാവ ഇത്തവണയും പതിവ് തെറ്റിച്ചിട്ടില്ല. മാവൂർ പാടത്തെ ഒരേക്കർ വയലിൽ വിളഞ്ഞു നിൽക്കുന്നത് വിദേശ ഇനമായ ഷമാമാണ്. വെള്ളരിക്ക് സമാനമായ വിധത്തിലുള്ള ഷമാം നിറസമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നുണ്ട് മാവൂർ പാടത്തെ വയലിൽ. ഏറെ നാളത്തെ പരിശ്രമത്തിനു ശേഷം ലഭിച്ച ഷമാം വിത്തുകൾ ജനുവരിയിലാണ് പാടത്ത് വിതച്ചത്. 2.5 മാസത്തെ പരിചരണത്തിനൊടുവിൽ മികച്ച വിളവാണ് കൃഷിയിൽ നിന്നും ലഭിച്ചത്. എല്ലാ കൃഷികളും വത്തക്ക, വാട്ടർ മിലാൻ, അതേമാതിരി സമാമ്, കക്കിരി, ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും ഉണ്ടാക്കിയിട്ട് അതിന് വിപണനം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ കർഷകർ വലിയ ധനവാന്മാരാകും, വിജയിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന ഷമാമിന്റെ അത്ര വലുപ്പമില്ലെങ്കിലും ഗുണമേന്മ ഏറെയുണ്ട് മാവൂർ പാടത്തെ മണ്ണിൽ വിളഞ്ഞ ഷമാമിന്. പ്രാദേശിക കൂൾബാർ ഉടമകളാണ് കൂടുതലും ഇവിടെ എത്തി ഷമാം വാങ്ങിക്കുന്നത്. കൂടാതെ കേട്ടറിഞ്ഞ് നിരവധി പേർ ഷമാം വാങ്ങാൻ മാവൂർ പാടത്ത് എത്തുന്നുണ്ട്. ആവശ്യക്കാർ ഇങ്ങോട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ നാട്ടിലെവിടെയും ഉൽപാദനം ഇല്ലാത്ത, കൃഷി ചെയ്യാത്ത സാധനമാണല്ലോ സമാമ്. അപ്പോൾ ഇത് കാണാനും ഇത് വാങ്ങിക്കാനുള്ള ആൾക്കാർ ഇപ്പം നമ്മളെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. സാധനം കിട്ടണം, ഞങ്ങൾ വരുന്നുണ്ട്, ഞങ്ങൾ ഇപ്പം വിളിച്ചു പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. മരക്കാർ ബാവയുടെ തോട്ടത്തിൽ ഷമാം ധാരാളം വിളഞ്ഞതോടെ ഈ കൃഷി ആർക്കും ചെയ്യാവുന്നതാണ് എന്ന് തെളിഞ്ഞതായി മരക്കാർ ബാവ പറഞ്ഞു. കൂടാതെ കൃഷി ചെയ്യാനുള്ള താല്പര്യവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏതു കൃഷിയും വിജയിപ്പിക്കാമെന്നതിന്റെ തെളിവാണ് മരക്കാർ ബാവയുടെ മാവൂർ പാടത്തെ ഷമാം കൃഷിയിലെ കാർഷിക വിജയം. ന്യൂസ് മലയാളം, കോഴിക്കോട്.